നമ്മൾ വി കെ പിയിലാണ് പറഞ്ഞു നിർത്തിയത്. വി കെ പിയുടെ കർമ്മയോഗി എന്ന സിനിമ വന്ന സമയത്ത് ആ സിനിമയുടെ പ്രൊമോഷൻ സോങ് ആയിട്ട് പാടിയ പാട്ട് വന്ന സോങ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാടിയിരിക്കുന്നത് അനൂപാണ്. എങ്ങനെയാണ് അനൂപിന്റെ കയ്യിലേക്ക് ആ പാട്ട് വന്ന് വീഴുന്നത്? ഈ ഗാനത്തിൻ്റെ പിറവിയും വളരെ കോയിൻസിഡൻ്റലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് മലബാറിലെ എന്താ പറയുക, പ്രത്യേകിച്ച് കണ്ണൂരിലെ തെയ്യം അതുപോലെയുള്ള ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ബൽറാം മട്ടന്നൂരാണ് ഈ സിനിമയുടെ തിരക്കഥ. അപ്പോൾ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ പഴയകാലത്ത് വിഷ്ണുവിൻ്റെ ഭക്തരും ശിവൻ്റെ ഭക്തരും തമ്മിൽ വല്ലാതെ റിഫ്റ്റ് ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പുരാണത്തിൽ. ശിവനാണ് വലുത്, വിഷ്ണുവാണെന്ന് വലുതെന്ന് പറഞ്ഞ് തർക്കമുണ്ടായിരുന്ന കാലം. അപ്പോൾ ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായ പുരന്ദരദാസർ, അദ്ദേഹമാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ എഴുതി, കന്നഡ കൃതിയാണ്, കൊറളലി വസിമ രുദ്രാക്ഷവു ധരിസിത പരമവൈഷ്ണവനുനിയെ, അതായത് ശിവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ എന്ന അർത്ഥം വരുന്ന ഒരു കൃതിയുണ്ട്. അപ്പോൾ പുരന്ദരദാസരുടെ ഈ കൃതിയുടെ അഡാപ്റ്റേഷനാണ് ഞങ്ങളുടെ ഈ സോങ്. ഇതെനിക്ക് വേണ്ടി ഇതിൻ്റെ ഈ സോങ് അറേഞ്ച് ചെയ്ത് കമ്പോസ് ചെയ്തത് നവനീത് സുന്ദർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഇപ്പോൾ മലയാളത്തിൽ ബഡി എന്ന് പറഞ്ഞ അനൂപ് സിനിമ ചെയ്തത്. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായി എക്സിക്യൂട്ട് ചെയ്തൊരു ക്ലാസിക്കൽ ട്രാക്കാണ്. ഇതിന് ഏറ്റവും വലിയ, എനിക്കൊരു സിംഗർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള പാട്ടും കൂടിയാണ്. ഇതിന് മറ്റൊരു താങ്ക്സ് എനിക്കുള്ളത് എല്ലാ ഡാൻസേഴ്സിനോടുമാണ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ. ബിക്കോസ് ആശാ ശരത്, ലക്ഷ്മി ഗോപാലസ്വാമി, ഹൂവർ, ദേ ഹാവ് ഓൾ പെർഫോംഡ് ഫോർ ദിസ് ഡാൻസ്. ഒരുപാട് ഡാൻസേഴ്സും ഈ പാട്ട് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും സ്പെഷ്യൽ താങ്ക്സ്. പാട്ട് ഇങ്ങനെയാണ്, ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ട്രാക്സ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. സുന്ദരതര പിനാഗധര സുന്ദരതര പിനാഗധര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ഒരുപാട് പേരുടെ ചിലങ്ക ഈ താളത്തിൽ ആടിയിട്ടുണ്ടല്ലേ? അതെ, വളരെ വളരെ സത്യം. ഇത് ആക്ച്വലി യൂട്യൂബ് സെർച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ പെർഫോമൻസസ് അബ്രോഡ്, US, UK, അങ്ങനെ കുറേ അവിടത്തെയുള്ള ഡാൻസേഴ്സ് എല്ലാം നോട്ട് ഈവൻ ഫ്രം കേരള, പുറത്തുനിന്നുള്ളവരെടുത്ത് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ അനൂപ് ഒരു ഗാനരചയിതാവാകുന്നു. യെസ്, വിത്ത് പ്ലഷർ. ശരിക്ക് ഗാനരചന തുടങ്ങിയിട്ട് ഏകദേശം 10-12 വർഷമായി സത്യം പറയുകയാണെങ്കിൽ. അതിനും താങ്ക്സ് എനിക്ക് ഔസേപ്പ് ബച്ചൻ സാറോടാണ്. ബിക്കോസ് സാറിൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ സാർ എന്തെങ്കിലും ട്യൂൺ പറയും, ഞാനതിന് ഡമ്മി ലിറിക്സ് എഴുതും. പിന്നെ അതൊന്ന് ചിലപ്പോൾ ചില വരികൾ സിനിമയിലേക്ക് എടുക്കപ്പെടും, പക്ഷെ മുഴുവനായിട്ട് എടുക്കില്ല. നമ്മളങ്ങനെ ഒരു വലിയ കവിയൊന്നുമല്ല, അതുകൊണ്ട് ആഗ്രഹം കൊണ്ട് എഴുതി പോകുന്നതാണ്. അപ്പോൾ സാറിന് വേണ്ടി എഴുതി തെളിഞ്ഞ പേനയാണ് എൻ്റെ. ബിക്കോസ് സാറും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആലോചിക്കുന്ന ഒരു കമ്പോസറാണ്. അപ്പം സാറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടുള്ളത് ആസ് എ ലിറിക് റൈറ്റർ, ഔസേപ്പ് ബച്ചൻ എന്ന മ്യൂസിക് ഡയറക്ടർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പാട്ടിൻ്റെ ഫീൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനാണ്. അതുകൊണ്ട് അനൗചിത്യമായ വാക്കുകൾ, ചിലപ്പോൾ നമ്മൾ കവിതയ്ക്ക് വേണ്ടി നല്ല ഭാവനയാണെങ്കിൽ കൂടി ചില വാക്കുകൾ എഴുതും. അപ്പോൾ അത് പക്ഷേ പാടി വരുമ്പോൾ ഭംഗിയായിരിക്കണമെന്നില്ല. അപ്പോൾ സാറ് പരമാവധി അതൊന്നും ഒഴിവാക്കി എഴുതാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി തെളിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിനുശേഷം നമ്മളിന്ന് മലയാളത്തിലും, ഞാൻ തമിഴും എഴുതും, മലയാളം തമിഴ് എഴുതും. ഇത് വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയും, അല്ലാതെ സ്വയമായി പറയില്ല. അപ്പോൾ കുറേ പരസ്യചിത്രങ്ങൾ, ഏകദേശം 100-ൽ പരം പരസ്യചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. എൻ്റെ വൈഫ് എഴുതും നന്നായിട്ട് തമിഴ്. ഷീ ഓൾസോ റൈറ്റ്സ് തമിഴ് പോയംസ് എഴുതിയാൽ. അപ്പോൾ ഈ
എൻ്റെ കുറേ ഫ്രണ്ട്സ് ബോംബെയിലെ പല ആഡ് ഏജൻസീസിലുണ്ട്. അപ്പോൾ അവർ തരുന്ന വർക്കുകളൊക്കെയും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് മലയാളത്തിലും തമിഴിലും. അതുകൊണ്ട് കുറേ EMIs അടഞ്ഞു പോകുന്നുണ്ട്. എന്തൊരു സത്യം, എഴുതി. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം. പിന്നെ എനിക്ക് ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നത് മനു രമേശനാണ്. ഈസ് വൺ ഓഫ് മൈ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പം അദ്ദേഹം വലിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഡയറക്ടർ രഞ്ജിത്തിൻ്റെ സഹോദരൻ രഘു അദ്ദേഹം നിർമ്മിച്ച്, ആക്ടർ വിനീത് കുമാറിൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഫഹദ് ഫാസിലാണ് നായകൻ. വളരെ സർപ്രൈസിങ് ആയിട്ടൊരു മൂവിയാണ്. സിനിമയുടെ പേര് അയാൾ ഞാനല്ല. അപ്പം അതിനു വേണ്ടി ഞാനതിന് എഗെയിൻ മനുവിന് വേണ്ടി ഡമ്മിയായിട്ട് ലിറിക്സ് എഴുതി കൊടുത്തതാണ്. പക്ഷേ വിനീതേട്ടൻ അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞാൻ ഔദ്യോഗികമായി ഒരു കവിയായി രംഗപ്രവേശനം ചെയ്യാണ്, ഒരു മെയിൻ സ്ട്രീം സോങ്ങിലൂടെ. ഇതിനു മുമ്പ് VKBയുടെ ഒരു സിനിമയ്ക്കും കർമ്മയോഗിക്കും വേണ്ടി എഴുതിയിട്ടുണ്ട്. ബട്ട് അതൊക്കെ കൊച്ചു പാട്ടുകളായിരുന്നു. അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സോങ് എന്ന് പറയാനില്ല. പക്ഷേ ഇതൊരു പ്രോപ്പർ സോങ് ആണ്. പ്രോപ്പർ ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. 4 പേര്, സൂര്യനാരായണൻ എന്ന് പറഞ്ഞ സിംഗർ, ജോബ് കുര്യൻ, വിധു, സിതാര ആൻഡ് ഒരാളും കൂടിയുണ്ട്, ഹിസ് നെയിം ഇസ് നവാസ്. ഈ 5 പേരും കൂടി പാടിയ പാട്ടാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വിഷ്വൽ. ഞാൻ ആക്ച്വലി അതിൻ്റെ റഷസ് കാണുകയുണ്ടായി. ഒരു പക്ഷേ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല വിഷ്വൽ സോങ് ഒന്നായിരിക്കും ഇത്, ധൈര്യപൂർവ്വം പറയാം. ബിക്കോസ് നമ്മൾ ഒരുപാട് പാട്ടുകൾ കാണാറുണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി വിനീതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് എന്നും കൂടി പറയാം. നമുക്കിത് അൺപ്ലഗ്ഡ് പോലെ പാടാം, തീർച്ചയായിട്ടും പാടാം. നീലവാൻ മുകിലേ നീ എന്നരികെ, നീളുമീ മണലിൽ പടരുവതെന്തേ, കച്ചിന്റെ കാതലി നീയെ ഒഴുകിയിടും നർമ്മദ നീ, കൊല്ലാതെ കൊല്ലും നീ എന്നുയിരേ, നീലവാൻ മുകിലേ നീ എന്നരികെ, നീളുമീ മണലിൽ പടരുവതെന്തേ. കറക്റ്റ് സിനിമയ്ക്ക് വേണ്ടി തന്നെ എഴുതിയതാണ്, ആ ദേശത്തിനെ പോർട്രേറ്റ് ചെയ്തുകൊണ്ട്. അതെ, അത് ആക്ച്വലി ഫസ്റ്റ് ഈ പാട്ട് എഴുതുമ്പോൾ ഒരു റഫ് പിക്ചർ മനു പറഞ്ഞു തന്നു. ഇങ്ങനെ ഗുജറാത്ത് ഡെസേർട്ട് റീജിയനിൽ ഷൂട്ട് ചെയ്യുന്ന പാട്ടാണ്. ഫഹദ് ആൻഡ് മൃദുല മുരളി ഇവരാണ് പാട്ടിൻ്റെ വിഷ്വൽസിൽ. പറഞ്ഞു ആ ഒരു ഫീലുള്ള നല്ല ബ്ലൂ സ്കൈ, ഡെസേർട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസിലുള്ള പാട്ടാണ്. അപ്പോൾ അത് എഴുതിയത് നീലവാൻ മുകിലേ നീ എന്നരികെ, നീളുമീ മണലിൽ പടരുവതി നീയെ, കച്ചിൻ്റെ കാതലി നീയെ. അത് വെറുതെ ഒരു വേറിട്ട ശ്രമമായിരുന്നു. കച്ചിൻ്റെ കാതലി നീയെ ഒഴുകുന്നൊരു നർമ്മതയും. ആദ്യം വിനീതിന് ഇഷ്ടപ്പെട്ടു ഈ വരി. പക്ഷെ എന്നാലും കുറച്ചൊരു യെസ് ഓർ നോ എന്നുള്ളൊരു ഇതായിരുന്നു. അതായത് കച്ചിൻ്റെ കാതലി എന്ന് പറയുമ്പോൾ ഒരു സൗണ്ടിങ് ഇത്തിരി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ. പക്ഷേ ഈ സിനിമാ പാട്ടുകളുടെ ഒരു വലിയ റിസൾട്ട് എന്ന് പറയുന്നത്, പാട്ട് കമ്പോസ് ചെയ്ത് ഇവരുടെ സ്ക്രിപ്റ്റിംഗ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്നാണ് ഇതിൻ്റെ ഫീഡ്ബാക്സ് അവർക്ക് കിട്ടുക. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് എന്ന് വെച്ചാൽ കേൾക്കുന്നവരെല്ലാം കച്ചിൻ്റെ കാതലിനി അവിടുന്ന് തുടങ്ങുള്ളൂ എൻ്റെ ഹുക്ക് വേർഡ്. അപ്പോൾ പിന്നെ വിനീത് സെറ്റ് വേണ്ട, അത് മാറ്റണം, നമുക്ക് അത് തന്നെ വെക്കാം, വിൽ റീറ്റെയിൻ ഇറ്റ്. അപ്പോൾ അങ്ങനെ ജോബാണ് ആ പോർഷൻ പാടിയിട്ടുള്ളത്. ഹിയർ സങ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആൻഡ് മ്യൂസിക്കൽ ട്രീറ്റ് ആയിരിക്കും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ മലയാള ഗാനശാഖയിൽ മറ്റൊരു ഗാനരചയിതാവിൻ്റെ ഉദയം അങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെയൊന്നും പറയട്ടെ. എന്താ വെച്ചാൽ മൈ ഡിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ലിറിക്സ് റൈറ്റർ, ഞാനൊരു പാവം പാട്ടുകാരനാണ്. ഈ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാട്ടുകാരൻ സംഗീത സംവിധാനത്തിൽ ഇറങ്ങിയാൽ ബാക്കി സംഗീത സംവിധായകർ പറയും നീ സ്വന്തമായി സംഗീത സംവിധാനം ചെയ്ത് പാടിക്കുന്നു പറയുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പുറപ്പെട്ടിട്ടില്ല. എനിക്ക് പാട്ട് തന്നാൽ മതി, ഞാൻ പാടിക്കോളാം. നമ്മൾ ഇടയ്ക്കൊരു സന്തോഷത്തെ എഴുതുന്നത് മാത്രം. ഔസേപ്പച്ചൻ്റെ അനൂപ് പാടിയിട്ടുള്ളതല്ലാതെ മറ്റൊരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്? സാറിൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സോങ് തന്നെയാണ്. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം, പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം, ഗോപുരം നീളെ 1000 ദീപം ഉരുകിയ
ഉരുകി വെഴുകു തിരികൾ ചാർത്തും മധുര മൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തുന്നില്ലേ ഞാനും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാ നീ കാതോട് കാതോരം ഇപ്പോഴും ആളുകൾ ഇങ്ങനെ പാടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നല്ലേ? അതെ 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 എപ്പോഴും ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സ്പെഷ്യലി റിഗാർഡിങ് നീയൻ സർഗ സൗന്ദര്യമേ, സാറ് വളരെ കഷ്ടപ്പെട്ടു എന്നുള്ളൊരു മ്യൂസീഷ്യനാണ്. ഔട്ട് ഓഫ് പ്യുവർ പാഷൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ആംബിഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ആഗ്രഹം, അടക്കിയാൽ അടങ്ങാത്ത ആഗ്രഹം എന്ന് പറയില്ലേ, മ്യൂസീഷ്യൻ ആവണം എന്നുള്ള അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ ആവണമെന്നുള്ള ആഗ്രഹം, അത് ഫുള്ള് റിഫ്ലക്റ്റ് ചെയ്യുന്ന പാട്ടാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ വയലിൻ സോളോ ഉണ്ട്. യാദൃശികമായി ദ ലൈൻസ് ഇറ്റ് സപ്പോർട്ട്സ് ഇറ്റ് സോ വെൽ. ONV കുറുപ്പ് സാറിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സോങ് തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്.